അത് ഞാനിന്ന് തയ്യാറാക്കുന്നത് ചക്കക്കുരു കേക്കാണ്. അപ്പോൾ ഇതിനെ ഒന്ന് കഴുകി കുക്കറിനകത്തിട്ട് ഒരു 2 വിസിൽ കൊടുക്കാം. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് നമ്മുടെ ചക്കക്കുരു അടുപ്പത്തിട്ട് കൊടുക്കാം. കാരമൽ തയ്യാറാക്കാനുള്ള ഒരു പാത്രമാണ്. നമ്മുടെ ഫ്രൈ പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ആ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് കപ്പലണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചതച്ചെടുക്കും. കുറച്ച് വെള്ളം പഞ്ചസാര നന്നായിട്ട് മെൽറ്റായി എടുത്ത് നമ്മളത് സ്റ്റവ് തേങ്ങ എടുത്തിട്ടുണ്ട് തിരുമിയത് ഇതിലേക്ക് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. ചതച്ച് വെച്ചോടെ എടുത്തിട്ടുണ്ട് ഞാൻ. ഒഴിച്ചു 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കൂടി, ഒരു 1/2 ടീസ്പൂണ് ഏലക്കപ്പൊടി, 1 ടീസ്പൂണ് വാനില എസൻസ്, 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കണം. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പൊടിച്ചെടുക്കാം. ഇതിൽ തന്നെ ജാറിൽ തന്നെ ഇടാം. ഇപ്പം വെള്ളമാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു റിങ് ഞാൻ വെച്ച് കൊടുക്കുകയാണ്. ചക്കക്കുരു കേക്കാണ്. ചക്കക്കുരു കേക്കിൻ്റെ മാവ് ഒരടപ്പ് വെച്ച് അടച്ചു. നമ്മുടെ ചക്കക്കുരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചക്കക്കുരു കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ